അങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മൾ ഫസ്റ്റ് പോകണം എന്ന് വിചാരിച്ചത് ശ്രീ ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രത്തിലേക്കായിരുന്നു കേട്ടോ. നമ്മൾ ഒത്തിരി കേട്ടുള്ള ക്ഷേത്രമാണ്, ഞാൻ ഇതുവരെ പോയിട്ടില്ല അവിടെ. അപ്പോൾ എന്തായാലും ഈ ഒരു മൈസൂർ ട്രിപ്പിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ഹാഫ് ആൻ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ക്യാബ് എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ പാർക്കിങ്ങിലാക്കിയിട്ട് ക്യാബ് പോയി. അവിടെ നിന്നും ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് 2 സൈഡിലും ഒത്തിരി കച്ചവടക്കാരുണ്ട്. അതായത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബൊമ്മകൾ, കുറേ വിഗ്രഹങ്ങൾ, അങ്ങനെ കുറേ ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ ഒത്തിരി ഉണ്ട്. നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഒരു മെമ്മറിക്കായിട്ട് ഒരു കുഞ്ഞു സാധനമെങ്കിലും മേടിച്ച് വയ്ക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും കാണുമ്പോഴത്തേക്ക് അവിടെ പോയ ഒരു മെമ്മറീസൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചത് ആ ഒരു ആന ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്താണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി അകത്തോട്ട് തൊഴാൻ കയറാണ്. ഭയങ്കര തിരക്കൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇതുപോലെ ക്യൂ നിന്നിട്ട് വേണമായിരുന്നു കയറാനായിട്ട്. നന്നായിട്ട് തൊഴാനും പറ്റിയായിരുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം കണ്ടിട്ട്. അതിന് തൊഴുതിറങ്ങിയതിന് ശേഷം പിന്നെ കുറച്ച് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, നമ്മൾ തിരിച്ചു പോകണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എത്തിയത് മൈസൂർ കൊട്ടാരത്തിലേക്കായിരുന്നു. ഇന്നലെ വന്നു, പക്ഷേ നൈറ്റല്ലേ കണ്ടുള്ളൂ. അപ്പോൾ പകലകത്ത് കയറി കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഫ്രണ്ടിലത്തെ ഷോപ്പിൽ ഈ പാനിപ്പൂരിയൊക്കെ കിട്ടുന്ന കടയുണ്ടായിരുന്നു. അവിടെ നിന്ന് പാനിപ്പൂരിയൊക്കെ കഴിച്ചു, നൈസായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊട്ടാരത്തിലേക്ക് കയറി കൊട്ടാരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അതിന് കൊട്ടാരത്തിൽ വീഡിയോ എടുക്കാൻ പറ്റും, അതുകൊണ്ടിട്ട് അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഈ കൊട്ടാരത്തിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ വീഡിയോസും ഫോട്ടോസും എടുക്കാനായിട്ട് പറ്റുമായിരുന്നു. മിക്ക സ്ഥലത്തും അത് റെസ്ട്രിക്റ്റഡ് ആണല്ലോ, നമുക്ക് ഫോണോ ക്യാമറയോ ഒന്നും അകത്തുകൊണ്ട് കയറാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല, എൻട്രി ഫീസും ഇല്ലായിരുന്നു. അപ്പോൾ ഇഷ്ടമുള്ള അത്ര ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റി. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ ഇതോടുകൂടി കൊട്ടാരത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. ഈ സ്റ്റെപ്പ് ഇറങ്ങുന്നത് എക്സിറ്റിലേക്കുള്ള വഴിയാണ്. അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെയാണ് നമ്മൾ ചെരുപ്പ് കൊടുത്തിട്ട് വന്നത്. ഇവിടെ ചെരുപ്പിട്ട് കയറാൻ പറ്റില്ല, അപ്പോൾ ചെരുപ്പ് കൊടുത്തിട്ട് വന്നേക്കുന്നതാണ്. ഇവിടെ നിന്ന് ചെരുപ്പ് വാങ്ങിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീം കുടിച്ചു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഡുണ്ടുക്കിൾ ബിരിയാണി കഴിക്കാനാണ് കേട്ടോ പോയത്. ഇവിടുത്തെ മൈസൂരിൽ ഫേമസ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ഥലം കണ്ടുപിടിച്ച് പോയതാണ്. തരക്കേടില്ലാത്ത ഫുഡായിരുന്നു, റേറ്റും കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് സെൻറ്റ് ഫിലോമിന ചർച്ചിലേക്കാണ് നമ്മൾ പോയത്. സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് മൈസൂരിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു ഇത്. അങ്ങനെ ഇവിടെ വലിയ തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയം സമാധാനമായിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. എന്നിട്ട് നമ്മൾ ബൃന്ദാവൻ ഗാർഡനിലേക്കാണ് കേട്ടോ പോയത്. ആ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ആയുർവേദ സ്പൈസസിൻ്റെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. പക്ഷേ ഫോൺ അലൗഡ് അല്ലാത്തത് കൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഈ പോകുന്ന വഴി നല്ല ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ടിട്ട് തന്നെ നല്ല രസമായിരുന്നു. പുറത്തൊക്കെ കാണാനൊക്കെ നല്ല ഇതായിരുന്നു. ഈ ബൃന്ദാവൻ ഗാർഡനിൽ എത്തിയതിന് ശേഷവും അവിടെ ഈ പറഞ്ഞ കണക്ക് കഴിക്കാനൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ലൈറ്റ് ഷോ ഉണ്ടെന്നും പറഞ്ഞപ്പോൾ അത് കാണാനാണ് ഈവനിങ് വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ഫുഡ് ഇന്നത്തെ ദിവസം ഇവിടെ തീർന്നിരിക്കുകയാണ്.